നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. മൈഗ്രെയിൻ തലവേദന കാരണം ജോലി വരെ ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം അത്രയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഹെഡേക്കാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കങ്ങളിലൊക്കെ തന്നെ ഈ തലവേദന വളരെയധികം മൈൽഡായിട്ട് അവരിൽ കാണിക്കാറുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യ കാലങ്ങളിൽ അവർക്ക് തലവേദന വരികയായിരുന്നു. ഒരു പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ജസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിൽ ആ രാത്രികളിലോ അല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ആ ഒരു തലവേദന വല്ലാതെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവർ ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്തു, അത് അത്ര കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അവരുടെ ഫുഡ് റൂട്ടീൻസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. അതായത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നു, ഭക്ഷണം ഒരു ഹെൽത്തി ഫോമിൽ തന്നെ കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഇതൊരു ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പം കുറേ ഭക്ഷണങ്ങളൊക്കെ പുറത്ത് നിന്ന് വാങ്ങി കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കി. അപ്പം അവരുടെ ഗട്ടിലാണെങ്കിലും കുടലിലാണെങ്കിലും എല്ലാം തന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. മോഷൻ പ്രോപ്പറായിട്ട് പോകുന്നില്ല, വയറ്റിൽ കൃത്യമായിട്ട് പോകുന്നില്ല, ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കൂടുതലായിട്ട് നിന്നു. അങ്ങനെ ഒരുപാട് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് നന്നായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായി, ഈ പറഞ്ഞ തലവേദന അവരെങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇതൊരു സ്ട്രോങ് സ്റ്റേജിലോട്ട് പോയത്. ഈ ഒരു സ്ട്രോങ് സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ബെഡിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല, തലവേദന വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം, പിന്നെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്. അതിപ്പോൾ സൗണ്ട് ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോഴേക്ക് തന്നെ ആൾക്ക് തലവേദന കൂടുന്നു, അപ്പം തല കെട്ടിക്കിടക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവർക്കുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തതിന് ശേഷം പീരീഡ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഗുലർ ആക്കി ഈ പറഞ്ഞ പോലെ ഗട്ട് ഹെൽത്തൊക്കെ ഒന്ന് നല്ലൊരു രീതിയിലോട്ട്, അതായത് 3 മന്ത് നല്ലൊരു ഹെൽത്തി ഡയറ്റ് അവരെടുത്തു. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നല്ല നാരുകൾ, അവരുടെ ശരീരത്തിൽ അബ്സോർപ്ഷനും ഒക്കെ ഡൈജഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നാരുകളുള്ള ഭക്ഷണങ്ങൾ എടുത്തു. അതുപോലെ തന്നെ നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ കഴിച്ചു അവർ. 3 മന്തിൽ ഇതെല്ലാമായിരുന്നു കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, നല്ല കൊഴുപ്പുകൾ എല്ലാം കൂടി നല്ല വന്ന് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവരെന്ത് ചെയ്തു, ഫോളോ ചെയ്തു. അത് അങ്ങനെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള മെഡിസിൻസ് അങ്ങനെയെല്ലാം കൊടുത്തപ്പം അവർക്ക് എന്തായി, ഈ തലവേദനയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസാണ് വന്നത്. തലവേദന എന്തായി നല്ല രീതിയിൽ കുറയുകയും അവർക്ക് നല്ല റിലീഫ് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്കിത് മുന്നേ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ആ സമയത്ത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തലവേദന പിന്നീട് അങ്ങ് സ്ട്രോങ് ആയിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പം ചിലപ്പം ചില ആളുകളിൽ ഒരു സൈഡിൽ മാത്രമായിട്ടായിരിക്കാം ഉണ്ടാവുക, ചില ആളുകൾ 2 സൈഡിലും, അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാവാം, തലയുടെ ബാക്ക് സൈഡിലായിട്ട് വേദന ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലായിട്ട് ഈ മൈഗ്രെയിന് അവരെങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ് വരുന്നതെന്ന് നോക്കാം. പിന്നെ ചില ആളുകൾക്ക് കണ്ണിൻ്റെയൊക്കെ ഒരു പവർ കുറയുന്ന സമയത്ത് നമുക്കൊരു തലവേദന വരാറുണ്ട്. അതും ഒരു ഹെവിനെസ് ആണ് അവരിൽ കൊടുക്കുന്നത്. അപ്പോൾ പലരും പറയുന്നത് തലയിൽ ഒരു കല്ലുള്ള പോലെ, അല്ലെങ്കിൽ തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കാൻ അങ്ങനെ രീതിയിലാണ് തലവേദന. ചില ആളുകൾക്കുണ്ട് സ്ട്രെസ്സും കൂടി ഇതിൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ ടെൻഷനും കൂടി വരുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് വളരെയധികം അങ്ങ് സ്ട്രോങ് ആവും. അപ്പം അവർക്ക് ഒട്ടും തന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് അവർ പോവും, അവർ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് പോവും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെങ്കിലും എല്ലാവരും ചെയ്യണം. പിന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, കഫീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുന്ന ഐറ്റംസുകൾ, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒഴിവാക്കി നിർത്തുക. പിന്നെ മറ്റെന്തെങ്കിലും എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലംസ്, അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറേ കാലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഡോക്ടറൊക്കെ കാണിച്ചിട്ട് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എച്ച് പൈലോറി പോലുള്ള ബാക്ടീരിയൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേറെ തന്നെ സെപ്പറേറ്റ് കൊടുക്കണം. എച്ച് പൈലോറി ബാക്ടീരിയയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ബാക്ടീരിയ ഗ്രോത്ത് കൂട്ടുന്ന കുറേ ഫുഡുകളുണ്ട്, അതൊക്കെ ഒഴിവാക്കി നിർത്തണം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ തലവേദന വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ പലരും നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് ഭക്ഷണം എല്ലാം കൺട്രോൾ ചെയ്ത് ക്രമീകരിച്ച് നമുക്ക് തലവേദനയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഒരു സ്മൂത്തായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾ മെഡിസിൻസ് കഴിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോഴേക്കോ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ വരിക എന്നല്ല. അത് ചിലപ്പം ചില ആളുകളിൽ സമയമെടുക്കും. സമയമെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു മാറ്റം വരും. പണ്ടത്തെ പോലുള്ള ഒരു സ്ട്രോങ് തലവേദനയൊന്നും അങ്ങനെ വരില്ല. അപ്പം അങ്ങനെയാണ് മൈഗ്രെയിൻ പേഷ്യൻസിന് നോർമലി. അവർക്ക് അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പോയാൽ കുറച്ച് പാടാണ്. അങ്ങനെ പോകുന്ന ആളുകളും ഉണ്ട്. അവർ അത്രയും ഭക്ഷണം കൺട്രോൾ ചെയ്ത് അവർക്ക് കഴിച്ചിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ കഴിക്കുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. പലരും ഇപ്പോൾ MRI ഒക്കെ എടുത്ത് നോക്കും, പക്ഷെ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് തന്നെ അവരുടെ വയറിനുള്ളിലാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും. സ്ട്രെസ്സും ടെൻഷനും എന്താണെങ്കിലും നിങ്ങൾ കുറയ്ക്കുക. വൈറ്റമിൻ D കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് കൂടുതലായിട്ട് മൈഗ്രെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.